അതിൽ എക്സാം നല്ലതാണ്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ എക്സാം ഉണ്ട്, വീക്കിലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്. അതെല്ലാം ഭയങ്കര നമുക്ക് വാശിയാണ്. ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ നമ്മളെ പേരെഴുതി കാണിക്കും, ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ സന്തോഷം. അപ്പം നമുക്ക് തന്നെ തോന്നും ഫസ്റ്റിൽ വരണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ എക്സാമാണ് മെയിൻ. നമ്മൾ റിപ്പീറ്റിംഗ് എക്സാം ആയിരുന്നു ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഇന്ന് സഹകാരിയിൽ സന്തോഷം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, കോഴിക്കോട് ജില്ലയിൽ 594/2024 അല്ലേ കാറ്റഗറി നമ്പർ പ്രകാരം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 1ാം റാങ്ക് മേടിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനംഷയാണ്. അപ്പോൾ അനംഷ അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് മക്കളെ ആദ്യം കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ അനംഷ, നമുക്ക് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ അറിയാമല്ലോ, കുറച്ചധികം പേരുണ്ട്. അതിൽ ആദ്യ റാങ്കുകൾ എത്തുന്ന ആൾക്കാർക്കാണ് അഡ്വൈസ് ഉറപ്പിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് സഹകാരിയിലേക്ക് എത്തിപ്പെടുന്നത്? ഫസ്റ്റ് 2019 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ് ഫസ്റ്റ് സാറിനെ പരിചയപ്പെടുന്നത്. അതിന് ശേഷമാണ് നമുക്ക് കേരളീയ ബോർഡ് വിളിച്ചു. ആ സമയത്താണ് സഹകാരിയിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ മൂന്നാമത്തെ ഈ അറ്റംപ്റ്റിലാണ് സാറിൻ്റെ സഹകാരിയിൽ ചേർന്ന് ഇപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ആദ്യ റാങ്കിലെത്തി നിൽക്കുന്നു അനംഷ. അപ്പോൾ നമുക്ക് അറിയാം, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പുസ്തകമാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നിങ്ങളെ ആ ഓരോ ടോപ്പിക്കായിട്ട് ഏറ്റവും Z കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള എക്സാമിനേഷൻ, ഇത്രയാണ് നമ്മൾ ഓരോ മൊഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റീവായിട്ട് തോന്നിയ സ്ട്രാറ്റജി എന്തായിരുന്നു? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് പഠിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകുന്ന ഒരു സമയം, എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എക്സാം, ഞാൻ പഞ്ചായത്തിൽ പശുസഖി എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ ജോലി ചെയ്യണം. അപ്പോൾ ഈ പരീക്ഷ സമയത്ത് ജോലി ഉണ്ടായിരുന്നു. ആ സമയം അപ്പം ജോലിക്ക് ശേഷമാണ് ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നത്. ടൈമിന് എനിക്ക് എൻ്റെ സമയത്തിന് എനിക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ എക്സാം നല്ലതാണ്. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ എക്സാം ഉണ്ട്, വീക്കിലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്. അതെല്ലാം ഭയങ്കര നമുക്ക് വാശിയാണ്. ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ നമ്മളെ പേരെഴുതി കാണിക്കും, ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ സന്തോഷം. അപ്പം നമുക്കും തന്നെ തോന്നും ഫസ്റ്റിൽ വരണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ എക്സാമാണ് മെയിൻ. നമ്മൾ റിപ്പീറ്റിംഗ് എക്സാം ആയിരുന്നു ഏറ്റവും കൂടുതൽ സഹായിച്ചത്. റിപ്പീറ്റ് ചെയ്ത് എഴുതുക അപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. എത്ര തവണ ഓരോ പരീക്ഷ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ മൊത്തത്തിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. മൊത്തത്തിൽ അത് ഓരോ റിപ്പീറ്റ് സാറ് ഇത് കണക്ക് വിളിക്കും, സാർ റിപ്പീറ്റ് എത്ര പ്രാവശ്യം ചെയ്തു, അത് കണക്ക് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചത്. അപ്പൊ നമ്മുടെ ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ ഈ 1ാം റാങ്ക് ശരിക്കും ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്. 1ാം റാങ്ക് ആർക്കാണ് നമ്മളെ സാധിക്കുന്നത്? സഹകാരി സാറിന് തന്നെ. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ജോലിക്ക് കയറണം. പക്ഷെ ആ സമയമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ, പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാറ്റഗറി എക്സാം ആയാൽ പോലും നമുക്കത് എഴുതി ഫസ്റ്റ് റാങ്ക് കിട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം സാറിന് ഈ ഒരു സഹകാരിയുടെ അടുത്തും സാറിൻ്റെ അടുത്തുമാണ്. അതല്ലേ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി. ആരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തവരാണ്? ഫസ്റ്റ് എനിക്ക് സാർ ഇങ്ങനെ പറയും, ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ശ്യാം സാറിൻ്റെ. സെക്കൻഡ് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. വരാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് ആൾക്ക്. ഭയങ്കര സപ്പോർട്ടാണ്. ഫാമിലി ആയാലും അമ്മയും എൻ്റെ അമ്മയും ഹസ്ബൻഡ് അമ്മയും എല്ലാവരും, അതായത് ചേട്ടൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പരീക്ഷ കൊണ്ടുവരുന്ന ചേട്ടനായിരുന്നു, ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവർക്കും സന്തോഷം. അപ്പോൾ എന്തായാലും അനംഷ കോട്ടപ്പള്ളി സബ് സെന്ററിൽ, കോഴിക്കോട് ജില്ലയിലെ കോട്ടപ്പള്ളി സബ് സെന്ററിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് പ്രവേശിക്കുകയാണ്. നമ്മളെ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതേപോലൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഗവൺമെൻറ് ഉത്തരവ് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്? സന്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹമാണ് മെയിൻ. നമുക്കത് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നുണ്ട്. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക ക്ലാസ്. അതൊന്ന് ഒരാഴ്ചയെങ്കിലും പെൻഡിങ് വയ്ക്കാതെ ഒരാഴ്ച തന്നെ ക്ലാസ്സുകളെല്ലാം ക്ലിയർ ചെയ്യുക. അതിനുശേഷം റിപ്പീറ്റ് എക്സാം എഴുതുക, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക. എല്ലാം ചെയ്ത് നമുക്ക് മെൻ്റൽ സപ്പോർട്ട് കൂടുതലായിട്ടുണ്ട്. അതുപോലെ സാറിന് എന്താവശ്യമുണ്ടെങ്കിലും സാറ് വിളിക്കും, എല്ലാം സാറ് പറഞ്ഞു തരും. എല്ലാവരും ട്രൈ ചെയ്യുക, എന്തായാലും കിട്ടും. എല്ലാവരും സ്വപ്നത്തിൽ എത്താൻ പറ്റും.